അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ അക്കീദയുടെ പരീക്ഷ ഒന്നാമത്തെ പരീക്ഷയായിരുന്നു. അതിന്ന് അൽഹംദുലില്ലാ നല്ല റാഹത്തായി കഴിഞ്ഞു. എല്ലാ മക്കളും നന്നായി പരീക്ഷ എഴുതിയല്ലോ? ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെല്ലാം ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത് എന്ന് നോക്കിയാലോ? ഇവിടെ ഞാൻ ഉത്തരങ്ങളൊന്നും തന്നെ പറയുന്നില്ല, ചോദ്യങ്ങൾ മാത്രം ഒന്ന് ചർച്ച ചെയ്ത് പോകാം. ഉത്തരങ്ങൾ പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, അതിൽ ഇൻ കേസ് ഇനി നിങ്ങൾക്ക് തെറ്റെന്തെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ടെൻഷൻ അടിച്ച് ഇനി നാളത്തെ എക്സാമിന് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൻസേഴ്സ് ഒന്നും പറയാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പേര് എഴുതാം മലക്കുകളുടെ. അപ്പോൾ ഇവിടെ 6 മലക്കുകളുടെ ജോലികൾ തന്നിട്ടുണ്ട്, അവരുടെ ഡ്യൂട്ടികൾ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഡ്യൂട്ടി ചെയ്യുന്ന മലക്ക് ആരാണെന്ന് അതിൻ്റെ നേരെ അവിടെ അവരുടെ പേരെഴുതി കൊടുക്കണം. 1 നരകത്തെ കാക്കുന്നവർ. ആരാണോ നരകത്തെ കാക്കുന്ന മലക്ക്, ആ മലക്കിൻ്റെ പേര് ഇവിടെ എഴുതണം. 2 സ്വർഗത്തെ കാക്കുന്നവർ. സ്വർഗത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര് ദാ ഇവിടെ എഴുതി കൊടുക്കണം. 3 നന്മ തിന്മ എഴുതുന്നവർ. നന്മ തിന്മ എഴുതുന്നവർ ആരാണോ ആ മലക്കിൻ്റെ പേര് ഇവിടെ. 4 റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ. 5 സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടവർ. 6 നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നവർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിന് നേരെ എഴുതി ചേർത്ത് കൊടുക്കണം. സിമ്പിളാണല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. പൂർത്തിയാക്കാം. 1 റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ ഡാഷ്. റൂഹ് പിടിക്കുമ്പോൾ മനുഷ്യൻ എന്താ സംഭവിക്കുന്നത് എന്നവിടെ എഴുതണം. 2 പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു ഡാഷ്. പോരായ്മകളിൽ നിന്നെല്ലാം അള്ളാഹു എന്തോ ആണ് അല്ലേ. 3 നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഡാഷ്. 4 പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും ഡാഷ്. വളരെ എളുപ്പമുള്ളതാണത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വിട്ടത് ചേർക്കാം. 1 അള്ളാഹുവിൽ വിശ്വസിക്കൽ. 2 3 4 ഈ 3 നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. 5 അവസാന നാളിൽ വിശ്വസിക്കൽ. ഈ തന്നിട്ടുള്ള 5ഉം ഏതിൽപ്പെട്ടതാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ വിട്ട കാര്യങ്ങൾ നമ്മളവിടെ ചേർത്ത് കൊടുക്കണം. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. ഉത്തരം എഴുതാം. 1 രണ്ടാം തവണ സൂറിൽ ഊതുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഒരു തവണ സൂറിൽ ഊതും, അപ്പോൾ എന്തോ സംഭവിക്കും. രണ്ടാമത് ഊതുമ്പോഴോ വേറെയും എന്തോ സംഭവിക്കും. അപ്പോൾ ആ രണ്ടാമത് ഊതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ കാര്യം നമ്മളവിടെ എഴുതി കൊടുക്കണം. 2 നന്മയുടെ പ്രതിഫലം എന്താണ്? എന്തൊരു സിമ്പിളാണ് അല്ലേ. 3 നോക്കൂ. മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്തെല്ലാം ചോദിക്കും? മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ഡ്യൂട്ടി എന്താണ്? അവർ ഖബറിൽ നമ്മളെ ചോദ്യം ചെയ്യും. അപ്പോൾ അവരെന്തെല്ലാം ചോദിക്കും എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. 4 ഈമാൻ എന്നാൽ എന്താണ്? ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. വ്യക്തമാക്കാം. 1 സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. സത്യവിശ്വാസികളുടെ റൂഹിനെ എങ്ങനെയാണ് പിടിക്കൽ എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. സിമ്പിളാണല്ലോ. എങ്ങനെ വന്ന് എങ്ങനെ പിടിക്കും എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. 2 തിന്മയുടെ പ്രതിഫലം. എന്താണ് തിന്മയുടെ പ്രതിഫലം? അതും വളരെ എളുപ്പമുള്ളതാണ്. 3 ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൻ്റെ അർത്ഥം എന്താണ്? സിമ്പിളാണ് അല്ലേ. അപ്പോൾ വളരെ എളുപ്പമുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ അക്കീദയുടെ എക്സാം. നാളെ കൂട്ടുകാർക്ക് ലിസാനുൽ ഖുർആൻ്റെ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ചു പഠിക്കുക. പിന്നെ പല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.